മറ്റൊരു വാർത്ത ഡൽഹിയിൽ നിന്നാണ്. മദ്യനയ കേസിൽ ഇടക്കാല ജാമ്യം 7 ദിവസത്തേക്ക് കൂടി നീട്ടണമെന്നാവശ്യപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. വൈദ്യപരിശോധനയ്ക്ക് വിധേയനാകണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. ജൂൺ 2-നാണ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അവസാനിക്കുക. MG മിഥുൻ ചേരുന്ന. മിഥുൻ, 2-ാം തീയതി കെജ്രിവാൾ ജയിലിലേക്ക് പോകണം. തിരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചതെന്ന് നമുക്കറിയാം. മറ്റ് സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ജാമ്യം നീട്ടാനായി കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്? രജിത്ത്, ഇടക്കാല ജാമ്യമായി 22 ദിവസമാണ് അരവിന്ദ് കെജ്രിവാളിന് അനുവദിച്ചത്. അത് ജൂൺ 2-ന് അവസാനിക്കാനിരിക്കെയാണ് ഇത്തരത്തിലുള്ളൊരു ജാമ്യം നീട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുതിയൊരു ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്നത് സുപ്രീം കോടതിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും തന്നെ ഇന്നത് പരിഗണിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. നാളത്തേക്ക് ഈ ഒരു ഹർജി പരിഗണിക്കുന്നത് മാറ്റാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇദ്ദേഹം ജയിലിൽ കഴിയുന്ന വേളയിൽ ഇത്തരത്തിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനായിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഡോക്ടർമാർ ജയിലിലെത്തി പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു. നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അന്ന് ഇടക്കാല ജാമ്യം നൽകണമെന്നുള്ള ആവശ്യം അരവിന്ദ് കെജ്രിവാളും ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിയും മുന്നോട്ട് വെച്ചത്. ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം 22 ദിവസത്തേക്ക് സുപ്രീം കോടതി അനുവദിക്കുകയും ചെയ്ത് അന്ന് പറഞ്ഞ ചില വ്യവസ്ഥകൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഭരണനിർവഹണത്തിൽ ഇടപെടാൻ സാധിക്കില്ല, ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലേക്കോ ഒന്നും തന്നെ അരവിന്ദ് കെജ്രിവാളിന് പോകാൻ പാടില്ല, ഒപ്പം തന്നെ വൈദ്യപരിശോധനയ്ക്കായി മാത്രം പോകാൻ പാടുള്ളൂ തുടങ്ങിയ പരാമർശങ്ങളൊക്കെ സുപ്രീം കോടതിയുടെ ഭാഗത്തും ഉണ്ടായിരുന്നു. ആ വ്യവസ്ഥകളൊക്കെ തന്നെ അദ്ദേഹം പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ കാലയളവിൽ ഈ 22 ദിവസത്തോളം നീണ്ടുനിന്ന ഇടക്കാല ജാമ്യാവസ്ഥ അവസാനിക്കുന്ന വേളയിൽ ഇത്തരത്തിലുള്ളൊരു ജാമ്യാപേക്ഷ കൂടുതൽ ദിവസം നീട്ടി നൽകണമെന്നുള്ള അപേക്ഷ നൽകുമ്പോൾ അത് സുപ്രീം കോടതി കൂടുതൽ പരിഗണിക്കാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ദിവസങ്ങളിലൊക്കെ തന്നെ വൈദ്യപരിശോധനയ്ക്ക് പോയിക്കൂടെ എന്നുള്ളൊരു ചോദ്യം സുപ്രധാനമായും കോടതി ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അത് നീട്ടി നൽകാനുള്ള ഒരു സാധ്യത വിരളമായി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നാളെ ഈ ഒരു ഹർജി സുപ്രീം കോടതി പരിഗണിക്കുമെന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. രജിത്ത്, ശരി. MG മിഥുൻ വിവരങ്ങൾ പങ്കുവച്ചു. ഇടയ്ക്ക് ശേഷം തിരിച്ചു വരാം.